+1 ഫിസിക്സിലെ 8ാമത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. ഈ ചാപ്റ്ററാണ് നാം ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഗ്രാവിറ്റേഷൻ, ഈ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഭൂമിയുമായി ബന്ധപ്പെട്ട എന്തോ ഒന്നാണ് നമുക്ക് പഠിക്കുവാനുള്ളതെന്ന്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾ മുൻപേ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ചില കാര്യങ്ങളാണ് നാം ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ആദ്യമായി തന്നെ ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങൾ അവ സൂര്യന് ചുറ്റും ചുറ്റുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു മോഡൽ ഉണ്ടാകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഈ ഒരു മോഡലിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പൊ ടോളമി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറഞ്ഞിരുന്നത് ലോകം മുഴുവൻ, അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് മുഴുവൻ ഒരു ജിയോസെൻട്രിക് മോഡലാണ് എന്നുള്ളതാണ്. അതായത് എല്ലാ പ്ലാനറ്റുകളും ഭൂമിയെ ചുറ്റിയാണ് സഞ്ചരിക്കുന്നത്. അതിനുശേഷം കോപ്പർനിക്കസ് അദ്ദേഹം പറയുന്നു ഹീലിയോസെൻട്രിക് തിയറി, ഇതാണ് ശരിയെന്ന് പറയുന്നു. ഈ ഒരു ചുവട് പിടിച്ചാണ് നാം ഇപ്പോഴും സൗരയൂഥത്തിന്റെ മോഡലൊക്കെ ചിത്രീകരിക്കാറ്. അതായത് സൂര്യൻ ആധാരമാക്കി അല്ലെങ്കിൽ കേന്ദ്രമാക്കി മറ്റ് ഗ്രഹങ്ങൾ അതിനു ചുറ്റും കറങ്ങുന്നു എന്നുള്ള രീതി. അപ്പൊ ഈ ഒരു തിയറിക്ക് പറയുന്ന പേരാണ് ഹീലിയോസെൻട്രിക് തിയറി. പ്ലാനറ്റുകളുടെ മോഷനെ പറ്റി ആദ്യമായി തന്നെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നത് കെപ്ലർ എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ 3 ലോകളാണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ലോ ഓഫ് ഓർബിറ്റ്, ലോ ഓഫ് ഏരിയാസ്, ലോ ഓഫ് പീരിയഡ്സ്. ഓരോന്നോരോന്നായി നമുക്ക് പഠിക്കാം. ആദ്യത്തെ ലോയുടെ പേരാണ് ലോ ഓഫ് ഓർബിറ്റ്. ഓൾ പ്ലാനറ്റ്സ് മൂവ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് വിത്ത് ദ സൺ സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദി ഫോസൈ ഓഫ് ദി എലിപ്സ്. അതായത് സൂര്യന് ചുറ്റുമാണ് ഗ്രഹങ്ങൾ കറങ്ങുന്നത് എന്ന് ഹീലിയോസെൻട്രിക് തിയറിയിൽ പറയുന്നു. ഈ ഗ്രഹങ്ങൾ കറങ്ങുന്നത് ഏത് പാതയിലൂടെയാണ് എന്നൊരു ചോദ്യം അപ്പോഴും മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് കെപ്ലറാണ് ഒരു ഉത്തരവുമായി എത്തിയത്, അദ്ദേഹത്തിന്റെ 1ാമത്തെ നിയമത്തിലൂടെ. ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും കറങ്ങുന്നതിന് പ്രത്യേക പാതകളുണ്ട് എന്നും ആ പാതകൾക്ക് ഓർബിറ്റ് എന്നാണ് പേര് വിളിക്കുന്നതെന്നും അങ്ങനെ ഒരു പേര് നൽകുകയും ഇതിന് എലിപ്റ്റിക്കൽ ഷേപ്പാണുള്ളത് എന്ന് പറയുകയും ചെയ്തു. സൂര്യനെ കേന്ദ്രമാക്കിയാണ് എല്ലാ ഗ്രഹങ്ങളും കറങ്ങുന്നത്, അത് അദ്ദേഹം പറഞ്ഞു. ഈ ഒരു ലോയ്ക്ക് വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഓർബിറ്റ്സ്. 2ാമത്തെ ലോയിലേക്ക് ഒന്ന് കടന്നിയല്ല, ലോ ഓഫ് ഏരിയാസ്. ചിത്രത്തിൽ കാണുന്നത് പോലെ സൂര്യൻ അവിടെയുണ്ട്. സൂര്യന് ചുറ്റും വലം വയ്ക്കുന്ന ഒരു പ്ലാനറ്റ് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഫോഴ്സ്, സൂര്യനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, വെലോസിറ്റി, ഇത്രയും കാര്യങ്ങളെല്ലാം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അവിടെ 2 പോയിന്റുകൾ, ആ സഞ്ചാരപാതയിലെ 2 പോയിന്റുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു, പിയും പി ഡാഷും. ഇനി നമുക്ക് എന്താണ് ലോ എന്ന് ഒന്ന് പരിശോധിക്കാം. ദ ലൈൻ ദാറ്റ് ജോയിൻസ് എനി പ്ലാനറ്റ് ടു ദ സൺ സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഏത് പ്ലാനറ്റ് എടുത്തു നോക്കിയാലും തുല്യ സമയങ്ങളിൽ തുല്യ ഏരിയയാണ് അവ കവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം.
the planets move slower when they are away from the sun. The planet moves faster when they are near to the sun. ഇതാണ് നാം ഇപ്പോൾ പറഞ്ഞ ആ തിയറിക്ക് കാരണം. The law of area is a consequence of conservation of angular momentum. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിന്റെ കോൺസിക്വൻസ് ആണ് ഈ ലോ ഓഫ് ഏരിയ എന്ന് നമുക്ക് പറയാം. ലോ ഓഫ് പീരിയഡ്സ്, ഇതാണ് മൂന്നാമത്തെ ലോ. ദ സ്ക്വയർ ഓഫ് ദി ടൈം പീരിയഡ് ഓഫ് റവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ് ഓഫ് ദി എലിപ്സ് ട്രേസ്ഡ് ഔട്ട് ബൈ ദ പ്ലാനറ്റ്. ഒരു പ്ലാനറ്റ് സൂര്യന് ചുറ്റും കറങ്ങുന്നു. അതിനുള്ള സമയത്തിന് വിളിക്കുന്ന പേരാണ് ടൈം പീരിയഡ് ഓഫ് റവല്യൂഷൻ. ഒപ്പം തന്നെ ഈ ഓർബിറ്റ് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഓർബിറ്റ്, ഇതിനെ എക്സ് വൈ ഇസഡുകൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ 4 ക്വാഡ്രന്റ് ആയിട്ട് തിരിക്കാം. ഈ 2 ആക്സിസുകളെ നമുക്ക് സെമി മേജർ ആക്സിസുകൾ എന്ന് വിളിക്കാം. ഗ്രഹങ്ങൾ കറങ്ങുന്ന എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ സെമി മേജർ ആക്സിസുകൾ. അപ്പോൾ കെപ്ലർ പറയുന്നു, ഒരു ഗ്രഹത്തിന്റെ ടൈം പീരിയഡ് ഓഫ് റവല്യൂഷന്റെ സ്ക്വയർ എന്ന് പറയുന്നത് സെമി മേജർ ആക്സിസിന്റെ ക്യൂബിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. ഇതാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ലോ, ലോ ഓഫ് പീരിയഡ്സ്. 3 ലോയും വളരെ പ്രധാനപ്പെട്ടതാണ്, നാം പഠിക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം കൂടിയാണ്. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണെന്ന് നോക്കാം. എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ ബോഡി with a force which is directly proportional to the product of their masses and inversely proportional to the square of the distance between them. എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട്. ആ ആകർഷണ ബലം എന്ന് പറയുന്നത് അവയുടെ മാസുകളുടെ പ്രോഡക്റ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അവ ഇരിക്കുന്ന ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ്. ചിത്രത്തിൽ കാണുന്നത് പോലെ 2 വസ്തുക്കൾ, അവയുടെ മാസ് m1 m2, അവ r അകലത്തിലാണ് ഇരിക്കുന്നത് എന്നിരിക്കട്ടെ. അവക്കിടയിലെ ഡിസ്റ്റൻസ് ആണ് r. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സൽ ലോ നമുക്ക് എങ്ങനെ എഴുതാം? അതെ, F ഈസ് ഈക്വൽ ടു G ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഇത് വന്നത് എങ്ങനെയാണ്? F ഈസ് പ്രൊപ്പോർഷണൽ ടു m1 m2, അവയുടെ പ്രോഡക്റ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. F ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ r സ്ക്വയർ. ഇത് ചേർത്ത് എഴുതുമ്പോൾ F ഈസ് പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്ന് വരും. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ നാം അവിടെ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നു, ക്യാപിറ്റൽ G. അങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ ഇക്വേഷനിലേക്ക് വരാം. F ഈസ് ഈക്വൽ ടു G m1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. G എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റിന്റെ പേര് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇത് ക്യാപിറ്റൽ G ആണ് നാം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. നമുക്കറിയാം, ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്, അല്ലേ? നാം അതിനെ എന്തെന്നാ വിളിക്കുക? അതെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദി എർത്ത്. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇത് ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണോ എന്നൊരു ചോദ്യം. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം.
എന്നിട്ട് പരിശോധിച്ചാൽ മനസ്സിലാകുമല്ലോ ഭൂമിയുടെ എല്ലാ സ്ഥലത്തും ഈ ആക്സിലറേഷൻ ഒരുപോലെയാണോ എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാം. ആദ്യമായി ഭൂമിയുടെ ഉപരിതലം അല്ലെങ്കിൽ സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. The gravitational force acting on a body on the surface of earth is given by F is equal to G_m_m divided by R square, where G is the gravitational constant, capital M is the mass of earth, small m is the mass of the body, and capital R is the radius of the earth. The weight experienced by the body is F is equal to m into G, where G is the acceleration due to gravity. Thus, നോക്കൂ, നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയിരിക്കുന്നു. F is equal to G_m_m divided by R square, or വെയിറ്റിന്റെ ഇക്വേഷൻ F is equal to mg. ഈ രണ്ട് ഇക്വേഷനിലും ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. അതാ ഇങ്ങനെ കിട്ടും. mg is equal to G_m_m divided by R square. ഇതിൽ നിന്ന് നമുക്ക് സ്മോൾ ലെറ്റർ g കണ്ടുപിടിക്കാം. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദാറ്റ് ഈസ് g is equal to Gm divided by R square. ഓക്കെ, ഈ റിലേഷൻ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലെ സ്മോൾ ലെറ്റർ ജിയും റൈറ്റ് സൈഡിൽ ക്യാപിറ്റൽ ലെറ്റർ ജിയും കിടക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇതൊരു റിലേഷൻ ആണ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ജി, അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ലെറ്റർ ജി, ഇവ തമ്മിലുള്ള റിലേഷൻ ആണ് ഇത് എന്നും നമുക്ക് പറയാം. വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ്. ഭൂമിയിൽ നിന്നും ഉയരത്തിലേക്ക് പോകും തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇതിൻ്റെ വാല്യൂ എങ്ങനെയാണ്, ഇതിന് വേരിയേഷൻ ഉണ്ടോ എന്നീ കാര്യങ്ങൾ ഒന്ന് പഠിക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് h ഉയരത്തിൽ ഇരിക്കുന്ന ഒരു വസ്തു, ഇതാണ് അതിൻ്റെ മാസാണ് m. ഭൂമിയുടെ റേഡിയസ് കൂടി പരിഗണിക്കുകയാണെങ്കിൽ ആ വസ്തുവിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് r+h ആണ്. The gravitational force on the mass m at a height h above the surface of earth is F is equal to G_m_m divided by R+h whole square. ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ എമ്മും ഭൂമിയിൽ നിന്നും h ഉയരത്തിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ മാസ് m. ഭൂമിയുടെ റേഡിയസ് കൂടി പരിഗണിച്ച് ആ വസ്തുവിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r+h ആണെങ്കിൽ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. F is equal to G_m_m divided by R+h whole square. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ലോ വെച്ചിട്ടാണ് നാം ഇത് എഴുതിയിരിക്കുന്നത്. The weight of the body at a height h is mgh, where gh is the acceleration due to gravity at a height h. Thus, the equation can be written as mgh is equal to G_m_m divided by R+h whole square. എഫിൻ്റെ ഇക്വേഷൻ G_m_m divided by R+h whole square എന്ന് കിട്ടി. അതുപോലെ തന്നെ വെയിറ്റ് എന്ന് പറയുന്നത് F is equal to mgh ആണ്. രണ്ട് ഇക്വേഷനും നാം ഒന്ന് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ നമുക്ക് mgh is equal to G_m_m divided by R+h whole square എന്ന് കിട്ടി. ഇതിൽ നിന്നും നമുക്ക് gh കണ്ടുപിടിക്കാം. അതായത് acceleration due to gravity at a height h. That is gh is equal to
gm divided by r plus h whole square. ഇതാണ് വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി ഇഫ് r ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ h, ഭൂമിയുടെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ പരിഗണിച്ച ഹൈറ്റിനേക്കാൾ വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. g of h is equal to gm divided by r square into 1 plus h divided by r whole square. ഇവിടെ ഇക്വേഷൻ്റെ ഡിനോമിനേറ്ററിലേക്ക് ഒന്ന് നോക്കൂ. അവിടെ r എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. g of hന്റെ ഇക്വേഷനിൽ r എന്ന് പറയുന്ന ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ടേമിനെ ഞാൻ ബ്രാക്കറ്റിന് വെളിയിലേക്ക് എടുക്കുന്നു. അങ്ങനെയാണ് ആ ഇക്വേഷനിൽ ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ ആർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടിയത്. ഇതിനെ നാം ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ലഭിക്കും. ജി ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ ആർ ഹോൾ റൈസ് ടു -2, where small letter g is equal to gm divided by r square, or g of h is equal to g into 1 plus h divided by r whole raised to -2. Using binomial expression and neglecting the higher order terms, we get g of h is equal to g into 1 minus 2h divided by r. This is the equation of variation of acceleration due to gravity at a height h. Thus, for small heights, h above the value of g decreases. അതായത് ഹൈറ്റ് വർദ്ധിക്കുമ്പോൾ ഗ്രാവിറ്റേഷൻ ഡിക്രീസ് ചെയ്യുന്നു. എത്ര വാല്യൂ ആണ് ഡിക്രീസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2h ഡിവൈഡഡ് ബൈ r എന്ന ലെവലിൽ അത് ഡിക്രീസ് ചെയ്യുന്നു എന്ന് കാണാം. ഈ ഇക്വേഷനും ഇതിൻ്റെ ഡെറിവേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത്. ഹൈറ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് എന്ന് നാം കണ്ടു. അതിൻ്റെ ഇക്വേഷനും കണ്ടു. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇത് ഭൂമിയുടെ സെൻറ്ററിലേക്ക് പോകുന്തോറും അല്ലെങ്കിൽ ഡെപ്തിലേക്ക് പോകുന്തോറും വാല്യൂ എന്താണ്, വാല്യൂവിൻ്റെ നിരക്ക് കൂടുകയാണോ കുറയുകയാണോ എന്നൊക്കെ പരിശോധിക്കാം. ചിത്രത്തിൽ ഭൂമിയുടെ സർഫസ്, അതുപോലെ ഭൂമിയുടെ ഡെപ്ത് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നു. ഭൂമിയുടെ റേഡിയസ് ആർ, ക്യാപിറ്റൽ ആർ എന്ന് നാം എടുത്തിരിക്കുന്നു. ഡെപ്തിനെ ഡി കൊണ്ട് സൂചിപ്പിക്കാം. ഡെപ്തിലേക്ക് പോകുന്തോറും റേഡിയസിനെ നാം ആർ മൈനസ് ഡി എന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഭൂമിയുടെ സർഫസിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അതിൻ്റെ മാസ് എം, ആർ മൈനസ് ഡിയിലേക്ക് ആ മാസ് വച്ചിരിക്കുന്നു. ഭൂമിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആയി പരിഗണിക്കുന്നു. If rho is the mean density of the earth, then the mass of the earth is equal to volume into density. ഈ ഇക്വേഷൻ വന്നിരിക്കുന്നത് നമുക്കറിയാം, മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെൻസിറ്റിയാണ്. ആ ഇക്വേഷനിൽ നിന്നാണ് മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിൽ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബാണ്. ഭൂമിയുടെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണെങ്കിൽ
ഡെൻസിറ്റിയെ നമുക്ക് റോ വെച്ച് സൂചിപ്പിക്കാം. അതുകൊണ്ട് മാസിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. m is equal to 4/3 pi r cube rho. Similarly, mass of the small sphere of radius r minus d is. ഇനി ഒരു ഡെപ്തിലിരിക്കുന്ന മാസിൻ്റെ കാര്യം കൂടി പരിഗണിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ കഴിയും? അതായത് ആർ മൈനസ് ഡി ഡെപ്തിലിരിക്കുന്ന ഒരു മാസ് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മാസിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എം എസ് ഇസ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു ആർ മൈനസ് ഡി ഹോൾ ക്യൂബ് റോ. ഈ രണ്ട് ഇക്വേഷൻസും നമുക്കൊന്ന് റേഷ്യോ രൂപത്തിൽ എഴുതാം. അതായത് എം എസ് ഡിവൈഡഡ് ബൈ എം. ഇതിൽ തുല്യമായ ടേമുകളെല്ലാം ക്യാൻസൽ ചെയ്തു പോകും. നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ ലഭിക്കും. എം എസ് ബൈ എം ഇസ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു ആർ മൈനസ് ഡി ഹോൾ ക്യൂബ് റോ ഡിവൈഡഡ് ബൈ 4/3 പൈ ആർ ക്യൂബ് റോ. ഇതിൽ 4/3 ക്യാൻസലായി പോകും, പൈ ക്യാൻസലായി പോകും, അതുപോലെ തന്നെ റോയും ക്യാൻസലാകും. ഇക്വേഷൻ ഇങ്ങനെ ലഭിക്കും. എം എസ് ഡിവൈഡഡ് ബൈ എം ഇസ് ഈക്വൽ ടു ആർ മൈനസ് ഡി ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. നാം ഇത് മുൻപ് പഠിച്ചതാണ്. G is equal to gm divided by r square. Thus, the acceleration due to gravity on a body at a depth d is g of d is equal to gms divided by r minus d whole square. അല്ലേ? r minus d ഡെപ്തിൽ ഇരിക്കുന്ന വസ്തുവിൻ്റെ ആക്സലറേഷൻ നമുക്ക് മുകളിലത്തെ ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ, അതിലെ ആറിൻ്റെ സ്ഥാനത്ത് ആർ മൈനസ് ഡി കൊടുക്കാം, അപ്പോൾ ലഭിക്കും. ഇനി ഡിവൈഡിങ് ദീസ് ടു ഇക്വേഷൻസ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ എം എസ് ബൈ എം. ജി ഓഫ് ഡി എന്ന ഇക്വേഷനെ ജി വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ ലഭിക്കുന്ന ഇക്വേഷനെ എം എസ് ബൈ എം ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡുമായി ഇക്വേറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ജി ഓഫ് ഡി ഡിവൈഡഡ് ബൈ ജി ഈസ് ഈക്വൽ ടു ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ എന്ന് ലഭിക്കും. സിംപ്ലിഫൈയിങ് ജി ഓഫ് ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ എന്ന് ലഭിക്കും. Thus, we go down below the surface of earth. The acceleration due to gravity decreases. G of d is equal to g into 1 minus d by r. ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാകും, ഡെപ്തിലേക്ക് പോകും തോറും ഗ്രാവിറ്റേഷൻ്റെ വാല്യൂ അത് കുറഞ്ഞു വരുന്നു. കുറയുന്നതിൻ്റെ നിരക്ക് എത്രയാണ്? d by r. ഇത് എവിടെ വരെ കുറയാൻ സാധ്യതയുണ്ട്? അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് 0. ഭൂമിയുടെ സെൻറ്ററിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അത് 0 ഭൂമിയുടെ സർഫസിൽ നിന്നും ഡെപ്തിലേക്ക് പോകും തോറും അത് കുറഞ്ഞു വരുന്നു. അതിൻ്റെ നിരക്ക് d by r ആയിരിക്കും. +1 ഫിസിക്സ് 8ാമത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ, ഇതിൻ്റെ ആദ്യ ഭാഗമാണ് നാം ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ചാപ്റ്ററിലെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.